എല്ലാവർക്കും റീബോർഡ് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗൊക്കെ ആയിട്ടാണ് കേട്ടോ. വീട്ടിൽ വെക്കേഷന് പോയ സമയത്ത് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. ഇപ്പോഴാണ് കേട്ടോ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പം രാവിലെ തന്നെ മമ്മി മുറ്റമടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. ആ സമയത്താണ് കേട്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ടുകളുണ്ടോ അല്ലെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് തോടിനകത്തു നിന്നാണ് വെള്ളമൊക്കെ വരുന്നത്, നമ്മളെ കുടിക്കാനുള്ള ആവശ്യത്തിനായിട്ടുള്ള വെള്ളമൊക്കെ. അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും ഇലകൾ വീണിട്ടുണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ ഒരു മുറ്റടിക്കൽ പ്രോസസ്സിൻ്റെ ഇടയ്ക്കൂടെയാണ് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള ബട്ടർ ഫ്രൂട്ടിലെ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നേ. എന്നാൽ പിന്നെ അത് നമുക്കൊന്ന് പറിച്ച് നോക്കാം. പക്ഷെ മൂക്കാനുള്ളൊരു ടൈമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ തന്നെ അത് കേടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അതൊരു കളറൊക്കെ വന്ന് അത് ഈ ഒരു രൂപത്തിലായിട്ടുണ്ടായിരുന്നേ. ഇതായിരുന്നു കേട്ടോ, കാരണം ഇത്രയല്ല അതിൻ്റെ ഒരു സൈസ് ഉണ്ടാവുക. പക്ഷേ എന്തോ കേട് വന്നതുകൊണ്ട് നമുക്കിത് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, ചീത്തയായി പോയി എന്തായാലും. ഇപ്പോഴും ഇതാ ഈ ഒരു മരത്തിൽ പൂവും ഉണ്ടാവുന്നുണ്ട്, ചെറിയ ചെറിയ കായകളും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ആദ്യം ഉണ്ടായ സമയത്ത് ഇതിന് ഭയങ്കരമായിട്ട് ഒരുപാട് ഉണ്ടാവുകയും ചെയ്തു. അന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാടായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുത്തിട്ടാണെങ്കിൽ അവസാനമൊക്കെ കുറേ ആ ഒരു മഴയും കൂടെ ആയ സമയത്ത് കുറേ വേസ്റ്റായി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈസൊന്നും അല്ലായിരുന്നു കേട്ടോ ഫസ്റ്റ് ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്നത്. നല്ല ഒരു ബോൾ പോലത്തെ രീതിയിലുള്ളൊരു ബട്ടർ ഫ്രൂട്ടായിരുന്നു കേട്ടോ ഇത്. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ആക്ച്വൽ സൈസ് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ മുകളിൽ കയറിയിട്ട് താഴത്തെ ഒരു കൊമ്പിലുണ്ട്, ഇപ്പം നമുക്ക് കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതുണ്ട് കേട്ടോ. അപ്പം ഞാനിതുപോലെ ഒന്ന് മുകളിൽ കയറിയിട്ട് ഞാനത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ബട്ടർ ഫ്രൂട്ട്. പക്ഷേ ഇതിന് ഈ ഒരു ഷേപ്പേ അല്ലായിരുന്നു ഫസ്റ്റത്തത്. ഇതാണ് ഇപ്പം ഇങ്ങനെ ചെറുതായി ചെറുതായി വരികയാണ് കേട്ടോ. ഓരോ വർഷം ആവും തോറും ചെറുതായി വരികയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ മൂത്തിട്ടൊന്നുമില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കളറാവണം കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് മൂക്കണമെങ്കിൽ. അപ്പോഴാണ് നമുക്കിത് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും അതൊന്ന് പഴുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി വരുന്ന സമയത്ത് നമുക്കത് പറിക്കുകയും ചെയ്യാം, അപ്പോഴത്തേക്ക് ആവുള്ളൂ അത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ചെറുതായിട്ട് പൂക്കളും ഉണ്ടാകുന്നുണ്ട്, ഇതുപോലെ ചെറിയ ചെറിയ കായ്ക്കളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഈ ഒരു മഴക്കാലമൊക്കെ ആവുന്ന സമയത്താണ് ഇത് ഒന്ന് മൂത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ആയി വരുന്നത്. ജ്യൂസൊന്നും കുടിക്കാൻ മേലാതെ തണുത്തിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ മിക്ക സമയങ്ങളിലും ഇതിനകത്ത് മൂത്തുണ്ടാവുന്നത്. പിന്നെ പറമ്പിൽ കൂടെ തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് നല്ല മധുരമുള്ള പൈനാപ്പിളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നട്ടുവെച്ചൊന്നുമല്ല, തന്നെ ഓരോരോ ഉണ്ടായി വരുന്ന സമയത്ത് തന്നെ അതിൻ്റെ തലയൊടിച്ച് അവിടെ തന്നെ ഇട്ടും അങ്ങനെ ഉണ്ടായി വന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുടിവെള്ളം കേട്ടോ, നല്ല ശുദ്ധമായ അരുവിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ മുകളിൽ ഒരു തോട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പൈപ്പ് ഇട്ടിട്ട് എടുക്കുന്നതാണ്. അപ്പം ഇന്ന് മമ്മി പോയിട്ടൊന്ന് ചെക്ക് ചെയ്യും അവിടെ ഇലകൾ എന്തെങ്കിലും ഉണ്ടോ, പൈപ്പ് അടഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പം മമ്മി അത് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഞങ്ങൾ ഈ വഴി നിർത്തിയിട്ട് മമ്മി പോയതാണ് കേട്ടോ. ഈ പൈപ്പ് ഇതാ അതിലേക്കൂടെയാണ് വരുന്നത്. അപ്പോൾ മമ്മി അവിടെ നിന്ന് വരുന്നുണ്ടോ എന്ന് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു മരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറിക്കകത്തൊക്കെ ഇടുന്ന പുളീൻ്റെ ആ ഒരു കുടംപുളീൻ്റെ മരമാണ് കേട്ടോ. ചെറുതായിട്ടേ ഉള്ളൂ, കായ ഉണ്ടായി വരുന്നേ ഉള്ളൂ, ചെറിയ കായാണ്. ഇപ്പോൾ ഇതും ഈ ഒരു മഴക്കാലമൊക്കെ ആവുന്ന സമയത്താണ് കേട്ടോ മൂത്ത് എല്ലാം ഒന്ന് റെഡിയായിട്ട് വരുന്നത്. അപ്പം മമ്മി ഇതാ വെള്ളം നോക്കാൻ പോയിട്ട് തിരിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുറ്റമടിക്കാൻ പോയ ആ ഒരു പോക്കാണ് കേട്ടോ ഈ ചുറ്റുവട്ടത്ത് മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ചൂലൊക്കെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ആ ഒരു കുടംപുളീൻ്റെ മരം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാംഗോസ്റ്റിൻ കഴിച്ചവർക്കറിയാം കേട്ടോ. അതായത് ഇത് കഴിച്ചവർക്കറിയാം മാംഗോസ്റ്റിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഫ്ലഷിൻ്റെ ടേസ്റ്റും ഇത് നല്ലപോലെ പഴുത്തതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ടേസ്റ്റും ഉണ്ടല്ലോ, കറക്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ കഴിച്ച സമയത്ത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.